ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മുബീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഇഫ്താറിൻ്റെ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ ഞാനിന്ന് ഇഫ്താറിൻ്റെ സ്നാക്കായിട്ട് കാരക്കപ്പൊരിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദ, അരക്കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഇതാ പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്താണ് കേട്ടോ. അതിട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു നുള്ളു കാരപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ പൊടികളും ഒന്ന് എല്ലായിടത്തും വേണ്ടിയിട്ടോ അങ്ങനെ കുഴച്ചെടുക്കുന്നത്, അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. കാരണം നമ്മൾ സാധാരണ കാരക്കൻ്റെ കുരു കളഞ്ഞിട്ട് അതിങ്ങനെ ആ മാവിൽ മുക്കി പൊരിക്കല്ലേ ചെയ്യുക. അപ്പോൾ അതിലേറെ അടിപൊളിയാണ്. അതായത് നമ്മളൊന്ന് കാരക്ക ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് കുരു കളഞ്ഞിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കുക. ജസ്റ്റ് ഇങ്ങനെ തരിതരി ഒരു കടിക്കാൻ രൂപത്തിലാക്കിയിട്ട് ഇതിലിട്ടിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് അതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു, മറ്റേനേക്കാൾ എത്ര നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത് ആ രീതിയിലായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് കാരക്ക എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുരു കളഞ്ഞ് മാറ്റിയെടുക്കുക. പിന്നെ ജസ്റ്റ് കുരു കളഞ്ഞെടുത്താൽ മതി. നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കണമല്ലേ. അപ്പോൾ അങ്ങനെ ആ കുരു കളഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കാരക്കൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരത്തെ പഞ്ചസാര പൊടിച്ച ആ മിക്സി തന്നെയാണ് കേട്ടോ കാരക്ക പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നാലേ ഒന്നൊന്ന് മിക്സായി വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊന്ന് കറക്കിയെടുക്കാം. ആ ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഈ രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ കിട്ടിയാൽ മതി. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു കടിക്കുന്ന രൂപത്തിൽ കിട്ടണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മാവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കാരക്ക പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാരക്ക വേറെ ആയിട്ടും മൊത്തത്തിലായിട്ടും അതുപോലെ അതിൻ്റെ മാവ് വേറെ ആയിട്ട്, അതായത് പൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മാവ് വേറെ ആയിട്ടല്ലേ കിട്ടല്ലേ. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്താകുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. മേ ബി ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആവും, എന്നാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ആദ്യം ഇടുന്നത്. പിന്നെ അത് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഇങ്ങനെ നിറം മാറിയിട്ടും വെന്തിട്ടും വരും. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ കളർ മാറുക ഈ രൂപത്തിലേക്ക് ആവുന്ന സമയത്ത് നമുക്കിതിന്ന് കോരി മാറ്റാം കേട്ടോ. ഇതായിട്ടുണ്ടാവും, ഓവർ ടൈമിൻ്റെ ആവശ്യത്തിനില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇത് കോരി മാറ്റുന്നത്. അപ്പുറത്തൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ അത് ബാക്കിയുള്ളത് അതിൽ പിടിച്ചോളും.
ബാച്ചാക്കി ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് എന്താ നോക്കാം. ഇനി തരിക്കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തരിക്കഞ്ഞി ഞാൻ ഉണ്ടാക്കുന്നത് തരിയും അതായത് റവയും അതേപോലെ സേമിയയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം വറുത്തെടുത്തില്ലെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകേണ്ട, സേമിയൊക്കെ ഉടഞ്ഞു പോകേണ്ട വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. സേമിയയും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നെയ്യിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സേമിയയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ റവ ഇതിന്ന് മാറ്റിയിട്ട് വേണം സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാൻ കേട്ടോ. ക്വാണ്ടിറ്റി കുറച്ച് മതി, അത് നന്നായിട്ട് ഉണ്ടായി വരും. ആ ഒരു വെള്ളത്തിൽ പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി ഇത്ര മതി. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര എടുക്കാം. ഞാൻ എത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റവ വറവായി വന്നപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുത്തു. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് സേമിയയും കൂടി വറുത്തെടുക്കാം കേട്ടോ. സേമിയ വറവായി വന്നാൽ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. സേമിയ കുറച്ച് വേവുണ്ടല്ലോ, റവയെ പോലെയല്ല, കുറച്ചൊരു വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഞാനതൊന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് വെന്ത് വരുമ്പോൾ കുറച്ചൊന്നൊരു ഏകദേശം പകുതി വേവാകുമ്പോൾ അതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അപ്പോൾ ആ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ആവശ്യത്തിന് ഇപ്പോൾ പാൽ വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കാം. ഞാനിവിടെ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് 2 ഏലക്കായ ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് പഞ്ചസാര, ഓവർ മധുരം ഇടുന്നില്ല. പിന്നെ ഇതാ കുറച്ചൊരു നുള്ളുപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പാലും ഏകദേശം ഇങ്ങനെ തിള വരാനാണ് കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ റവ പെട്ടെന്ന് പോവും, അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് വെക്കണം. കാരണം ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഒന്ന് ലൈമ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഇതാ 1 സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നാരങ്ങ നീര് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചതാണ്. അത് നമ്മളിതിലേക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ഏലക്കായും പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ അതോടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും വെള്ളമായിരിക്കും ആവശ്യം. ഇപ്പോൾ ഒന്ന് വേനലും കൂടിയല്ലേ, അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ നാരങ്ങയുടെ നീരിടണം കേട്ടോ. അപ്പോഴത് റെഡി ആവുള്ളൂ. അപ്പോൾ ആ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ച കസ്കസില്ലേ, അത് റെഡി ആയിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ജഗ്ഗിലേക്ക് ഇതാ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ഓറഞ്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇത് അനിയൻ്റെ പണിയാണ്. അവന് പിന്നെ ഇത് പേരയ്ക്കയാണ്. പക്ഷെ അവനെന്ത് കുറച്ച് പച്ചമുളകും അതേപോലെ കുറച്ച് ഉപ്പും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിൽ പുരട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുമോ എന്തെന്നറിയില്ല, എന്നാൽ എരിവാണല്ലോ. അപ്പോൾ ഇങ്ങനെ വയറ് കാലിയായി നിൽക്കുന്ന ടൈമിൽ കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു കഴിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതവിടെ എടുത്ത് വെക്കുന്നുണ്ട്.
പിന്നെ പത്തിരി മെയിനായിട്ടുള്ള പത്തിരി കറി കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പത്തിരി ഇതാ ചുട്ടെടുത്ത് വന്നതൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്, എന്നിട്ട് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇന്ന് എഗ്ഗ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉമ്മാക്ക് ഇവിടെ ബീഫ് ചിക്കനൊന്നും പറ്റൂല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെന്നും ചിക്കനും ബീഫും നോമ്പ് ടൈമിൽ കിട്ടും അധികം ചിക്കനും ബീഫും ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഉമ്മാക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഉമ്മ അതേമാതിരി എഗ്ഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കലാണ് ചെയ്യല്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഉമ്മാർക്ക് വേണ്ടി ഇതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മൊത്തത്തിൽ ഇന്ന് എഗ്ഗ് കറിയാണ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ ഇനി ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. തരി കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്ലാസ്സിലാക്കി ബാങ്ക് കൊടുക്കാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പം ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.